ഹലോ എല്ലാവർക്കും ബബ്ലു ആൻഡ് എൻജോസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കിതൊരു ഗിഫ്റ്റ് കിട്ടിയ ഒരു ബൗളാണ്. അപ്പോൾ ഇന്ന് അതിൽ തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 10 ലിറ്ററിൻ്റെ ഒരു ബൗളാണ്. അത് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞില്ലേ, അതായത് സവാള, മല്ലിയില, പിന്നെ പച്ചമുളക്, ഇതെല്ലാം ആദ്യമേ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. കൂടാതെ മുട്ട നമ്മൾ പുഴുങ്ങിയും വെക്കുക കേട്ടോ. ഇനി ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് നന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം ഇതുവരെ ഇത്രേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ മിക്സിങ് ആണ്. ഇനിയുള്ള നമ്മൾ ബാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണെങ്കിലും മല്ലിയിലയാണെങ്കിലും എല്ലാം ഇനി നമ്മൾ മിക്സ് ചെയ്യേണ്ട കാര്യങ്ങളേ വരുന്നുള്ളൂ. മഞ്ഞൾപ്പൊടിയും കുറച്ച് ആഡ് ചെയ്തു കേട്ടോ. ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല, ഉപ്പ് നമുക്ക് ലാസ്റ്റ് ഇടാം. അങ്ങനെ അതിനുശേഷം നമ്മൾ എന്നും ഒരേ രീതിയിൽ കറി കഴിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ചെറിയൊരു വ്യത്യസ്തമായിട്ടൊക്കെ കഴിക്കാനൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രീക്ക് യോഗേർട്ടാണ് കേട്ടോ. കാരണം ഇവിടെ അന്ന് ഉണ്ടായിരുന്നത് ഗ്രീക്ക് യോഗേർട്ടാണ്. പിന്നെ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു യോഗേർട്ട്. പിന്നെ ഒരു 3-4 ഡേയ്സിനുള്ളിൽ അത് എക്സ്പയറി ആവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും മുളക് പൊടിയൊക്കെ ഞാൻ ആഡ് ചെയ്യാനുള്ള കാരണം. ഇത്രയും കാര്യങ്ങൾ ആദ്യമേ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി കുറച്ചും കൂടി ഈസി ആകും. ഇപ്പോൾ ഗ്രീക്ക് യോഗേർട്ട് റെഡിയാണ്. പിന്നെ ബോയിൽ എഗ്ഗ് 2ആയിട്ട് മുറിച്ച് ഞാൻ അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയില, സവാള, പച്ചമുളക് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. കുറച്ച് ഉപ്പും ആ ഒരു സമയത്ത് ഞാൻ അതിലോട്ട് ആഡ് ചെയ്തായിരുന്നേ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് ബൗളിലേക്ക് മാറ്റുക. ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കിനി ബാക്കി നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ സവാളയും മല്ലിയിലയും പച്ചമുളകും ഞാൻ ഓൾറെഡി ആ ബൗളിലോട്ട് ആഡ് ചെയ്തു. ഇനി ഗ്രീക്ക് യോഗേർട്ടാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഗ്രീക്ക് യോഗേർട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം നമ്മുടെ എഗ്ഗ് അവിടെ നിന്ന് ഓൾറെഡി ബോയിൽ ചെയ്ത് 2ആക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ. ഒരുപാട് ദിവസമായിട്ട് യൂട്യൂബിലും പല പല പേജുകളിലും വൈറലായിട്ടുള്ള ഒരു എഗ്ഗ് കറിയാണിത്. അപ്പോൾ ആദ്യം ഇത് കണ്ട സമയത്ത് ഞാൻ എഗ്ഗും തൈരും കൂടി എങ്ങനെയായിരിക്കും കോമ്പിനേഷൻ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷേ കഴിച്ചപ്പോഴാണ് മനസ്സിലായത് സൂപ്പർ ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിനോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇനി നമുക്കിതിലേക്ക് എഗ്ഗ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം താളിച്ച് വെച്ചിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകവും ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. കറി റെഡിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഏത് തൈര് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഗ്രീക്ക് യോഗേർട്ട് അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യാനുള്ള കാരണം. നമുക്ക് നോർമൽ തൈരോ എല്ലാം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു സോ മച്ച്.